അപ്പോൾ ഈ ഹലോവീൻ ആചാരം അതിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് 2000 വർഷത്തിലപ്പുറമുള്ള ചരിത്രമാണ്. ക്രിസ്തുവിന് മുമ്പേ തന്നെ ഇത്തരം ആഘോഷങ്ങളുണ്ട്. അതൊരു സെൽറ്റിക് ഒരു ജനതയുണ്ട്. വളരെ ഒരു ഒട്ടും സാംസ്കാരികമായി ഉന്നതിയിൽ പ്രാപിച്ചിട്ടില്ലാത്തൊരു വിഭാഗമായിരുന്നു. അവരുടെ ഇടയിൽ ഈ മരിച്ച ആത്മാക്കളെക്കുറിച്ചുള്ളൊരു സങ്കല്പം, ഒരു സൂവൻ എന്ന് പറയുന്ന സാഹൻ, സൂവൻ എന്നൊക്കെ പറഞ്ഞ പല ഉച്ചാരണങ്ങൾ അതിനുണ്ട്. സൂവൻ എന്ന് പറയുന്ന ഒരു മരണത്തിൻ്റെ ദേവൻ, ആത്മാക്കളുടെ മേൽ ആധിപത്യമുള്ളൊരു ദേവൻ മരിച്ച ആത്മാക്കളെ ഒരു ദിവസം സ്വതന്ത്രമാക്കും. ഇതാണ് അതിൻ്റെ പിന്നിലൊരു ചിത്രം. വർഷത്തിലൊരിക്കൽ സ്വതന്ത്രമാക്കും. ഈ സ്വതന്ത്രമാക്കപ്പെടുന്ന ആത്മാക്കൾ മനുഷ്യർ വസിക്കുന്ന ഇടങ്ങളിലൊക്കെ കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ ഏത് വ്യക്തിയെ വേണമെങ്കിലും ഈ ആത്മാവിന് പ്രാപിക്കാം. അപ്പോൾ ഈ ദുരാത്മാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യരെന്ത് ചെയ്യുന്നു വെച്ചാൽ മരിച്ച ആത്മാക്കളുടെ വേഷം ധരിക്കും. മരിച്ച ആത്മാക്കളുടെ വേഷം എന്ന് പറഞ്ഞാൽ പൈശാചിക വേഷം. പ്രേതത്തിൻ്റെ വേഷം. അതാണ് മരിച്ചവരൊക്കെ പ്രേതമാണെന്നുള്ളൊരു സങ്കല്പത്തിലാണ്. അപ്പോൾ ഈ പ്രേതത്തിൻ്റെ വേഷം ധരിക്കും. പ്രേതത്തിൻ്റെ വേഷം ധരിക്കുന്നതിലൂടെ ഈ വരുന്ന ആത്മാവിനെ തെറ്റിദ്ധരിപ്പിക്കാം എന്നതാണ് വിചാരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രേതത്തിൻ്റെ വേഷം ധരിച്ചിരിക്കുന്നതുകൊണ്ട് ആ പ്രേതം വിചാരിക്കും ഞാൻ മറ്റൊരു പ്രേതമാണ്. അങ്ങനെ വിചാരിക്കുമ്പോൾ എന്നെ തൊടൂല. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്.